ഈ വിഷയത്തിൻ്റെ പ്രാധാന്യമെല്ലാം നിങ്ങൾക്കറിയാം. ഞാൻ ഇന്ന് ഷഹബാസിൻ്റെ വീട്ടിൽ പോയിരുന്നു. ഉംറക്ക് പോയതുകൊണ്ട് ഞാൻ ഇന്നാണ് എത്തിയത്. എത്തിയ ഉടനെ ഞാൻ നേരെ ഷഹബാസിൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ കൂടെ റഫീഖ് കൂടത്തായി ഉണ്ടായിരുന്നു, അവിടുത്തെ യൂത്ത് ലീഗിൻ്റെ അയ്യൂബ് ഉണ്ടായിരുന്നു, അവിടുത്തെ പഞ്ചായത്ത് ലീഗിൻ്റെ സെക്രട്ടറി, അങ്ങനെ ഞങ്ങളെ കുറച്ച് ആളുകൾ മാത്രം. ഞാൻ ഷഹബാസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ പിതാവിനെ കണ്ടു. പിതാവ് കുറേ നേരം സംസാരിച്ചു. അദ്ദേഹം കഴിഞ്ഞ 7 ദിവസമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ആളുകളോട് മുഴുവൻ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ഒന്നും ചോദിക്കണ്ട എന്ന് വിചാരിച്ചതാണ്. ഒന്നും ചോദിക്കാതിരുന്നിട്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹം പറഞ്ഞതിൽ പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുടക്കി. 7ാം ക്ലാസ് വരെ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് ഷഹബാസ് പഠിച്ചത്. ഉപ്പക്ക് വലിയ ജോലിയൊന്നുമില്ല, പെയിൻറ്റർ ജോലിക്കാരനാണ്. ഇടയ്ക്ക് ഗൾഫിൽ പോയിരുന്നു, അവിടെ നിന്നും ക്ലച്ച് പിടിച്ചില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 7ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഈ കുട്ടിക്കൊരു ബോധം വരുമല്ലോ. ഷഹബാസ് ഉപ്പയോട് പറഞ്ഞു, ഉപ്പ ഞാനിനി ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറാം, കാരണം അവിടെ ഫീസ് കൊടുക്കണ്ടല്ലോ. ആ പണം മറ്റെന്തെങ്കിലും നമ്മുടെ വീടിൻ്റെ ആവശ്യങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ചെലവഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് സർക്കാർ സ്കൂളിലേക്ക് മാറിയവനാണ് ഷഹബാസ്. ഈ കൊല്ലപ്പെടുന്ന അന്ന് വീട്ടിലേക്ക് ചായക്ക് കൂട്ടാനുള്ള കടി വാങ്ങാൻ വേണ്ടി പോയതാണ്. നമ്മൾ സ്നാക്സ്, ഇന്ന് പുതിയ തലമുറ പറയുന്ന കടി വാങ്ങാൻ വേണ്ടി പോയതാണ്. വീട്ടുകാർ കാത്തിരിക്കുകയാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലാണ് ആ മകൻ പോയി കളഞ്ഞത്. ആ മകൻ അങ്ങനെ വെറുതെ പോയതല്ല, ആ മകനെ കൊന്നതാണ്. കുറേ നേരം സംസാരിച്ച ഒടുവിൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ ഉപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവില്ലേ? എൻ്റെ മോനോ പോയി, ഇനി ഒരു കുടുംബത്തിനും ഈ ഗതി വരരുത്. ആ പിതാവിനെ ചേർത്തു പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ മാത്രമല്ല, മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും അവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾക്ക് നീതി വാങ്ങിത്തരുന്നത് വരെ കൂടെ ഉണ്ടാകും എന്നാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അടിവാരത്തൊരു ഉമ്മയെ കഴുത്തറുത്ത് കൊന്നത്. ആ ഉമ്മ ഞാൻ അറിഞ്ഞത് വിവാഹമോചിതയാണ്, ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീയാണ്. വേറൊരു കല്യാണം കഴിക്കാൻ പലരും ഉപദേശിച്ചു അത്രേ. ഉമ്മ പറഞ്ഞു, എനിക്കൊരു മോനുണ്ട്, ഞാൻ വേറെ കല്യാണം കഴിച്ചു പോയാൽ ആ മോന് പിന്നെ ആരാ ഉണ്ടാവുക? മോന് വേണ്ടി കുടുംബം പോലും മാറ്റിവെച്ച ഒരു സഹോദരി, വേറെ ഒരു കല്യാണം കഴിക്കാതെ മകനെ നോക്കണമെന്ന ചിന്തയിൽ ജീവിച്ച ഒരു ഉമ്മ. ആ ഉമ്മയാണ് മകൻ കഴുത്തറുത്ത് കൊന്നത്. ആ മകൻ ഉപയോഗിച്ചത് മയക്കുമരുന്നാണ്, ലഹരിയാണ്. കേരളം യൂറോപ്പാക്കും എന്നായിരുന്നു കേരളം ഭരിക്കുന്നവരുടെ അവകാശവാദം. ഇവിടെ തങ്ങൾ പറഞ്ഞു, ആംസ്റ്റർഡാമിൻ്റെ തെരുവുകളിൽ പോയാൽ നിങ്ങൾക്കവിടെ MDMA കിട്ടും, LSD കിട്ടും, കഞ്ചാവ് കിട്ടും, സകല മയക്കുമരുന്നുകളും നിങ്ങൾക്ക് അവിടെ കിട്ടും. എന്നാൽ ഇന്ന് ആംസ്റ്റർഡാമിലെ തെരുവുകളെ പോലും വെല്ലുന്ന രീതിയിൽ കേരളത്തെ തെരുവുകളെ മാറ്റിയ ഒരു സർക്കാർ ആരാണ്? പാബ്ലോ എസ്കോബാർ എന്ന് പറയുന്ന നാർക്കോസ് എന്ന സീരീസ് തന്നെ ഇറക്കി, അതിലൊരു നായകനുണ്ട്. ആ സീരീസിൻ്റെ നായകനല്ല, അദ്ദേഹം ജീവിച്ചിരുന്ന വ്യക്തിയാണ് പാബ്ലോ എസ്കോബാർ. കൊളംബിയയിലെ വലിയ മയക്കുമരുന്ന് ഡീലറാണ്, ഡ്രഗ്സ് ഡീലർ. ആ പാബ്ലോ എസ്കോബാറിനെ കുറിച്ച് ലോകത്ത് വലിയ സിനിമകളുണ്ടായി, സീരീസ് ഉണ്ടായി. എന്നാൽ പാബ്ലോ എസ്കോബാറിനെ വെല്ലുന്ന എസ്കോബാർമാർ ഇന്ന് കേരളത്തിലെ തെരുവുകളിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാരിന് അവരെ പിടിച്ചു കെട്ടാൻ കഴിയാത്തത്? നമ്മൾ നിൽക്കുന്ന ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ഈ മണ്ണ് വെറിയ ഒരു കുഴിയല്ല, മണൽത്തരിയല്ല.
നമ്മൾ വർഗീയ ജന്തുക്കൾക്കെതിരായി 40 ദിവസം തുടർച്ചയായി ഷഹീൻബാഗ് എന്ന് പറയുന്ന സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു മണ്ണാണ് ഈ മണ്ണ്. അതേപോലെ മറ്റൊരു വിഷമാണ് ലഹരിയുടെ വിഷം. ഈ 40 ദിവസം സമരത്തിന് നേതൃത്വം കൊടുത്ത അതേ ഷഹീൻബാഗിന്റെ മണ്ണിൽ വെച്ച് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ സാക്ഷി നിർത്തി പറയാണ്, അന്നൊരു 40 ദിവസമാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ദിവസം നിരന്തരമായ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ഒരുക്കമാണെന്ന് ഈ നാട് ഭരിക്കുന്ന സർക്കാരിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. വെഞ്ഞാറമൂട് ഒരു ചെറുപ്പക്കാരൻ 5 പേരെയാണ് കൊന്നുകളഞ്ഞത്. പോലീസ് എന്താ പറഞ്ഞത്? അവൻ മദ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്താ പോലീസ് പറയാൻ ശ്രമിക്കുന്നത്? മദ്യം ഒരു കുഴപ്പമുള്ള കാര്യമല്ല എന്നാണോ? സകല തിന്മകളുടെയും താക്കോലാണ് മദ്യം എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കുറ്റകൃത്യങ്ങൾ നമുക്കത് കാണാൻ സാധിക്കും. മദ്യത്തെ ലഹരിയായി കാണാത്തവർ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞത്, CPM-കാരന്, CPM-ന്റെ നേതാവിന്, MLA-ക്ക്, MP-ക്ക് ബാർ തുടങ്ങാം, പക്ഷെ കുടിക്കാൻ പറ്റൂല. നിങ്ങൾ ബാർ തുടങ്ങിക്കോ, നിങ്ങൾ കുടിക്കരുത്. നാട്ടുകാരെ മുഴുവൻ നിങ്ങൾ കുടിപ്പിച്ചോ, നിങ്ങൾ കുടിക്കാതിരുന്നാൽ മാത്രം മതി. ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളാണ്. ഈ നാട്ടിൽ മുഴുവൻ മദ്യം ഒഴുക്കാണ്. എന്നിട്ട് എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് നാട്ടിലെ ചെറുപ്പക്കാരോട് പറയാൻ സാധിക്കുക? ഈ IT പാർക്കിൽ, ഈ സൈബർ പാർക്കിൽ UDF-ന്റെ ഭരണകാലത്ത് പുതിയ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആലോചനകൾ, തീരുമാനങ്ങൾ നമ്മൾ എടുത്തപ്പോൾ ഇന്ന് നാട് ഭരിക്കുന്ന സർക്കാർ എടുത്ത തീരുമാനം എന്താണ്? IT പാർക്കുകളിൽ ബിയർ പാർലർ തുടങ്ങാം, വൈൻ പാർലർ തുടങ്ങാം. IT പാർക്കും ബിയർ പാർലറും തമ്മിൽ എന്താണ് ബന്ധം? IT പാർക്കും വൈൻ പാർലറും തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങൾക്ക് മദ്യം ഒരു ലഹരിയായി തോന്നുന്നുണ്ടാവില്ല. പക്ഷെ ഈ നാട് ഭരിക്കുന്ന സർക്കാരിനോട് ഈ സമരത്തിൽ വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കണം, നിങ്ങൾ മദ്യനിർമ്മാണശാല കൊണ്ടുവരാൻ വേണ്ടി ഒരിക്കൽ ശ്രമിച്ചവരാണ്. ഇവിടെ സാജിദ് ഇരിക്കുന്നുണ്ട്. അന്ന് പേരാമ്പ്രയിൽ നമ്മൾ നടത്തിയ സമരം ഇസ്സവന് ഓർമ്മയുണ്ട്. അന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണനാണ്. ആ സമരത്തിനൊടുവിൽ നിങ്ങൾക്ക് ബ്രൂവറിയും ഡിസ്റ്റിലറിയും നിങ്ങൾക്ക് കെട്ടുകെട്ടി പോകേണ്ടി വന്നു. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, അടിവരയിട്ട് പറയുന്നു, ഈ കേരളത്തിൻ്റെ മണ്ണിൽ പാലക്കാടല്ല ഒരിടത്തും മദ്യനിർമ്മാണശാല തുടങ്ങാൻ യൂത്ത് ലീഗ് അനുവദിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് മദ്യം ലഹരി അല്ലാതിരിക്കാം, നിങ്ങൾക്ക് കഞ്ചാവ് ലഹരിയല്ല. കാരണം എന്താ? ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരാൾ എനിക്ക് അയച്ചു തരുന്നു, DYFIയുടെ ഒരു ക്യാമ്പയിൻ. എന്താ DYFIയുടെ ക്യാമ്പയിൻ? സിന്തറ്റിക് ലഹരിക്കെതിരായിട്ട്. അവർക്ക് ലഹരി എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ലഹരി മാത്രമാണ്. അവിടെയുള്ളൂ. അതൊക്കെ അത് തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു സോഷ്യൽ ഇംപ്ലിക്കേഷൻ വന്നപ്പോൾ MDMA, LSD അങ്ങനെ അത് മാത്രം. കഞ്ചാവൊക്കെ അവർക്ക് ആയുർവേദമാണ്. മദ്യം അവർക്ക് ഒരു കുഴപ്പമില്ല, ആർക്കും തുടങ്ങാം, ഏതൊരു CPM നേതാവിന് തുടങ്ങാം. ഇവിടെ മിസ്സബ് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഒരു SFI-കാരനെ പിടിച്ചപ്പോൾ ഞാൻ വീട്ടിലേക്ക് അരി വാങ്ങാൻ വേണ്ടി പോയതാണെന്നാണ് അവൻ പറഞ്ഞത്. അവൻ്റെ പേര് അരിക്കൊമ്പൻ എന്നാണ്. എന്നാ മിസ്സബിനറിയോ, ആ ചങ്ങാതിൻ്റെ കൂടെയാണ് ഞാൻ ജയിലിൽ കിടന്നത്. വെറുതെ കളവ് പറയല്ല, ഒരു ജയിൽ രേഖയിലുണ്ട്, ഞാനും അവൻ കിടന്ന ആ സെല്ലിലാണ് കിടന്നത്. ഞാൻ അവനോട് ചോദിച്ചു, എന്താ കുറ്റം? നമ്മൾക്ക് ആദ്യം നമ്മൾ സെല്ലിൽ ചെല്ലുമ്പോൾ ഒരാളോട് നമ്മൾ കുറ്റകൃത്യം ചോദിക്കല്ലോ, നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കണ്ടേ, ഉണ്ടാതിരിക്കല്ലേ, വേറെ കുടുംബവിശേഷം ഒന്നും ചോദിക്കാനില്ലല്ലോ. അപ്പം നിങ്ങളെ കുറ്റകൃത്യം എന്താ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരനൊന്നും മിണ്ടിയില്ല. അപ്പോൾ വേറൊരു തടവുകാരനുണ്ട്, അയാൾ എങ്ങനെ ചിരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ചിരിക്കുന്നത്? നിങ്ങൾക്ക് അവൻ്റെ വട്ടപ്പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ വട്ടപ്പേര്? അരിക്കൊമ്പൻ എന്നാണ് വട്ടപ്പേര് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, എത്ര കിലോ ഉണ്ടായിരുന്നു? 100 കിലോ കഞ്ചാവ് ചാക്കിൽ. ഡിഗ്രി 1-ാം വർഷ വിദ്യാർത്ഥി, SFIയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ സെക്രട്ടറി. പക്ഷെ ഞാൻ അവരെയും കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അവരിലേക്ക് എത്തിച്ചവരുണ്ടാവില്ലേ. 100 കിലോ അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ, അവനിതിൻ്റെ കാരിയർ മാത്രമാണെങ്കിൽ, അവനിതിൻ്റെ അവസാനത്തെ കണ്ണി മാത്രമാണെങ്കിൽ, അവനിലേക്ക് എത്തിയ ഒരു വലിയ ചെയിനില്ലേ, അവിടെ 1000 കിലോ ഉണ്ടാവില്ലേ, അതിനേക്കാൾ തൂക്കമുണ്ടാവില്ലേ, ടൺ ഉണ്ടാവില്ലേ.
ആ ടൺ കണക്കിന് കഞ്ചാവുകൾ, ലഹരികൾ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നവരെവിടെയാണ്? എന്തേ അവരെ പിടികൂടാൻ ഈ നാട് ഭരിക്കുന്ന സർക്കാരിന് കഴിയാത്തത്? വിചാരിച്ചാൽ നടക്കില്ലേ? വിചാരിച്ചാലൊക്കെ നടക്കും, പക്ഷെ ചെയ്യുന്നില്ല. MDMA-യും LSD-യും കെമിക്കലുകൾ, ആഷിസ്, ബ്രൗണോ, നമ്മൾ പണ്ടൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടിരുന്നത്. ഇപ്പോൾ പുതിയ പുതിയ നമുക്ക് പോലും പരിചയമില്ലാത്ത പേരുകൾ. കേരളത്തിലെ മുഖ്യമന്ത്രി ഉപദേശമാണ്. മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, ഇതൊക്കെ ചെറുപ്പക്കാർ ഇങ്ങനെ ആയിപ്പോയി. ഹലോ ചീഫ് മിനിസ്റ്റർ എന്നല്ല നിങ്ങൾ വിളിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എന്തിനു ഒരുമിച്ച് നിൽക്കണം? നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ കൂടെ ഞങ്ങൾ എന്തിനാ ഒരുമിച്ച് നിൽക്കേണ്ടത്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഹലോ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നൊന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ലേ? എങ്കിൽ ഞങ്ങൾ ഒരു തവണയല്ല 1000 വട്ടം നിങ്ങളെ ഹലോ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കും. നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾക്ക് നേരെ ഞങ്ങൾ വിരൽ ചൂണ്ടും. കാരണം എന്താണ്? നിങ്ങൾ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ ആഭ്യന്തരമന്ത്രി കസറിൽ ഇരിക്കുന്ന ആളാണ്. നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ മറുപടി പറയുന്നില്ല. പുതിയ തലമുറയെ കുറ്റപ്പെടുത്തുക. ജെൻസി കമ്മ്യൂണിറ്റിക്കാണ് കുഴപ്പമെന്ന് പറയാം, ആൽഫ കമ്മ്യൂണിറ്റിക്കാണ് കുഴപ്പമെന്ന് പറയാം. ഇവിടെ പ്രസംഗിച്ച പലരും പറഞ്ഞില്ല വയലൻസ് സിനിമകളെ കുറിച്ച്. റഷീദ, വയലൻസ് സിനിമ ഉണ്ടാക്കുന്ന ആരാ? ജെൻസി കമ്മ്യൂണിറ്റിയാണോ? ഇവിടെ കമാൽ വരദൂർ പറഞ്ഞ തന്ത വൈബുള്ളവരാണ് ഈ വയലൻസ് സിനിമകളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ പറയുന്ന മയക്കുമരുന്നുകളൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ആരാ? ഇതിന്റെ കാരിയർമാരായി, ഇതിന്റെ ഉപഭോക്താക്കളായി ഈ പറയുന്ന ജെൻസി കമ്മ്യൂണിറ്റി മാറുന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുവരുന്നവർ മുഴുവനും ഞാനും നിങ്ങളും വിശേഷിപ്പിക്കുന്ന തന്ത വൈബുള്ളവരാണ്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിക്കണ്ട. നീ ചോദിക്കട്ടെ, പാരൻസ്, ഈ കുട്ടികൾ സ്കൂളില്ലാത്ത ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പാരൻസ് മീറ്റിങ്ങിന് രക്ഷിതാവ് വരുമ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ബാക്കിൽ നിന്നിട്ടാണ് രക്ഷിതാവ് സ്കൂളിലേക്ക് വരുന്നത്. ആ രക്ഷിതാവിന് ഈ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ലൈസൻസ് ഇല്ല, അവൻ്റെ കൂടെ സ്കൂളിലേക്ക് വരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടാവണ്ടേ? നിങ്ങൾ എത്രയോ അധ്യാപകരോട് ചോദിക്കും, അധ്യാപകർ പറയും കുട്ടികളുടെ ബാഗ് പരിശോധിച്ചാൽ അതെൻ്റെ കുട്ടിയുടെ പ്രൈവസിയാണ്, ആ പ്രൈവസിയിൽ കടക്കരുത് എന്ന് പറയുന്ന രക്ഷിതാക്കൾ ആരാ? ജെൻസി കമ്മ്യൂണിറ്റിയാണോ? ഈ പറയുന്ന തന്ത വൈബ് അതിനേക്കാൾ വലിയ തന്ത വൈബുള്ളവരാണ്. ഇനി ഇതെല്ലാം പിടിക്കേണ്ട, ഈ മയക്കുമരുന്ന് മാഫിയകളെ നിലക്ക് നിർത്തേണ്ട, അതിനെ അടിവേറിറക്കേണ്ട ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ ഗ്രേറ്റർ തന്ത വൈബാണ്. തന്ത വൈബിൻ്റെ തന്ത വൈബ്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയെ നിങ്ങൾ അധിക്ഷേപിച്ചിട്ട് ഈ വിഷയത്തെ നിസ്സാരമായി കാണരുത്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ കഴി കഴുകുന്ന രീതി ശരിയല്ല. പ്രിയപ്പെട്ടവരെ, ഈ സമരം ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മളും ഒരു സമരം നടത്തി എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു സമരമേ അല്ല. നമ്മൾ 25-ാം തീയതി വരെ 15 ദിവസം ഒരു ക്യാമ്പയിൻ ഉണ്ട് പഞ്ചായത്ത് തലങ്ങളിൽ. ആ ക്യാമ്പയിനോടുകൂടി അവസാനിപ്പിക്കുന്ന ഒന്നുമല്ല. ഇനി ഈ നാട് ഭരിക്കുന്ന സർക്കാർ ഒന്നും ഇവരെ പിടികൂടുന്നില്ല എങ്കിൽ എന്തു ചെയ്യണം? നമ്മൾ ജനകീയ റെയ്ഡിന് നേതൃത്വം കൊടുക്കും. മുസ്ലിം യൂത്ത് ലീഗ് ജനകീയ റെയ്ഡിന് നേതൃത്വം കൊടുക്കും. ചോദിക്കുക, പരാജകത്വം ഉണ്ടാവില്ലേ? ഈ പറയുന്ന മയക്കുമരുന്ന് മാഫിയകളെ, മദ്യ മാഫിയകൾക്കെതിരായി യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പ്രാദേശികമായി ഇറങ്ങിയാൽ നാട്ടിലെ കുഴപ്പമുണ്ടാവില്ലേ? സംഘർഷം ഉണ്ടാവില്ലേ? അങ്ങനെ സംഘർഷം ഉണ്ടാക്കണമെന്ന് നമുക്കാർക്കും ആഗ്രഹമില്ല. പക്ഷെ ഒരു ഗത്യന്തരമില്ലാതെ വന്നാൽ ഈ നാട് ഭരിക്കുന്ന പോലീസും എക്സൈസും ആന്റി നാർക്കോട്ടിക് വിഭാഗവും അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടവും കണ്ടില്ലെന്ന് നടിച്ച് ഉറക്കം നടിക്കുകയാണെങ്കിൽ ആ ഉറക്കം നടിക്കുന്നവരെ സാധാരണഗതിയിൽ പറയാറുണ്ട്, ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കെൽപ്പുള്ള സംഘടനയാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഈ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നാളുകളിൽ പ്രാദേശികമായി യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ജനകീയ റെയ്ഡിന് നേതൃത്വം കൊടുത്ത് ഈ മയക്കുമരുന്ന് മാഫിയകളെ പരസ്യമായി വിചാരണ ചെയ്ത് നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കുന്നില്ല എങ്കിൽ ആ ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ നാടിനെ കൊണ്ടെത്തിക്കരുത് എന്ന് മാത്രം ഈ നാട് ഭരിക്കുന്ന അധികാരികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കുറഞ്ഞ ദിവസം കൊണ്ട് ഒരു സമരം ആഹ്വാനം ചെയ്തപ്പോൾ നമ്മൾ 3 മണി വരെ ഒരു ഇരുത്തം എന്ന നിലക്കാണ് തങ്ങൾ പറഞ്ഞത്. തങ്ങൾ ഇത്രയധികം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹി യോഗത്തിൽ ഒരു സമരത്തെക്കുറിച്ച് സംസാരിച്ചത് ഞാൻ കേട്ടിട്ടില്ല. എത്രയോ തവണ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു, സകല ചാനലിലും സംസാരിക്കുന്നു. യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്ക് മാത്രമല്ല, ഒരു രക്ഷിതാവ് എന്ന നിലക്കും
അത് തൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനേക്കാൾ അപ്പുറത്ത് പാണക്കാട് കുടുംബം ഈ സമൂഹത്തിൽ നിർവഹിക്കുന്ന ഉത്തരവാദിത്തം വളരെ വലുതാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് നിരന്തരമായി തങ്ങൾ സംസാരിക്കും. തങ്ങളുടെ കൂടി ഇനീഷ്യേറ്റീവിലാണ് ഈ സമരം ഉണ്ടായത്. ഈ സമരം പ്രഖ്യാപിച്ചപ്പോൾ യൂത്ത് ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അതൊരു വലിയ മാർച്ചാക്കി. ആയിരങ്ങൾ, അക്ഷരാർത്ഥത്തിൽ ആയിരങ്ങളെയാണ് അണിനിരത്തിയത്. പ്രിയപ്പെട്ട മിസ്സബിനെയും മൊയ്തീൻ കോയെയും KMA റഷീദിനെയും ജില്ലാ യൂത്ത് ലീഗിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും, അതോടൊപ്പം കഠിനാധ്വാനം ചെയ്ത മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പല മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ജില്ലാ MSFൻ്റെ പ്രസിഡന്റ് അഫ്നാസും ഷോയിബും ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം അവർ നടത്തിയ സമരം നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ പാടില്ല. ഗംഭീരമായിട്ടുള്ള സമരം. താമരശ്ശേരിയിൽ MSF നടത്തിയിട്ടുള്ള നൈറ്റ് മാർച്ച്, അതിഗംഭീരമായിട്ടുള്ള MSFൻ്റെ നൈറ്റ് മാർച്ച്. ഇവരെല്ലാവരെയും വളരെ ആത്മാർത്ഥമായി യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തോടുകൂടി ഈ സമരം അവസാനിക്കുന്നില്ല എന്നും തങ്ങൾ ഏത് സമയത്തും നിങ്ങളെ വിളിച്ചാൽ മറ്റെല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് കൂടെ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ.